ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വിളവെടുപ്പിന്റെ വീഡിയോ ആണ് കേട്ടോ. പാവയ്ക്കയും മുളകും. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അത്യാവശ്യം പാവയ്ക്കൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഒരു മീഡിയം ടൈപ്പ് പാവയ്ക്ക കേട്ടോ. അത് ഒരുപാട് വലുതാവുന്നതല്ല, ഒരു മീഡിയം ടൈപ്പ്. കവർ ഇട്ട് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഇവിടെ പാവയ്ക്ക കിട്ടാറുള്ളൂ. ഒരു പ്രാണി വന്നിട്ട് അതെല്ലാം കുത്തി നശിപ്പിച്ച് കളി. ഈ പാവയ്ക്കല് കണ്ടോ, ഒരു മഞ്ഞ കളറിലെ കുത്ത് വന്നേക്കുന്നത്. ഇത് വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി. പക്ഷെ ഇങ്ങനെ അല്ല, ശരിക്കും ഫുൾ ആ പാവയ്ക്കേനെ നശിപ്പിച്ച് കളയും. അതുപോലെയാണ് ഈച്ച കുത്തുന്നത്. നമുക്ക് കവറിട്ട് കെട്ടുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊരു 4ാമത്തെ തവണയാണ് ഈ വിളവെടുക്കുന്നത്. അതുകൊണ്ട് ഏകദേശം പാവക്ക തീരാറായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് ഈ മുളകിൽ ഭയങ്കര എരിവായിരിക്കും എന്നാണ്. അതിന്റെ ആ ഒരു രൂപവും മണവും ഒക്കെ കണ്ടപ്പോ. എരിവുണ്ട്, എന്നാലും ഞാൻ വിചാരിച്ച അത്ര എരിവില്ല കേട്ടോ. കറിയൊക്കെ വെക്കുമ്പോൾ ഒരു 2 ഇട്ടാലും നോർമൽ പച്ചമുളകിന്റെ ഒക്കെ ഒരു എരിവേ ഉള്ളൂ. ഒരുപാട് എരിവൊന്നുമില്ല. ഈ പച്ചമുളക് എന്തോ ഒരു മുരടിച്ച പച്ചമുളക് പോലെ, ഒരുപാട് വലുതാവുന്നില്ല, പെട്ടെന്ന് മൂത്തു പോകുന്നു. ഇതൊരു 4-5 എന്തോ കിട്ടിയെന്നുണ്ട്. ഒരുപാടൊന്നും ഇതൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. ഞാനിപ്പൊ പറിക്കുന്ന അത്രയും തന്നെയാണ് ഒരു 3 പ്രാവശ്യം വിളവെടുത്തപ്പോൾ കിട്ടിയേക്കുന്നത്. നമ്മുടെ പുതിയ അതിഥികളെയൊക്കെ നിങ്ങൾ കണ്ടില്ലായിരുന്നു നേരത്തെ വീഡിയോയില്? 2 പേരും ഇവിടെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ പറഭാഗം നശിപ്പിച്ചിടുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറാൻ നേരത്താവുമ്പോ പറയുന്നത് കുറച്ച് വേപ്പില പറിച്ച് തരുമോന്ന്. എന്നാ പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ആവാം. 2 ദിവസമായിട്ട് ഇവിടെ ചുറ്റിപ്പറ്റി നടക്കണ്ട ഒരാള്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടോ. ഇത്രയാണ് കിട്ടിയേക്കുന്നത്. വേപ്പിലെന്നെ നട്ടിട്ട് ഞാൻ താഴത്ത് വെച്ച് കൈ പിടിക്കാൻ സ്ഥലമില്ല. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.